സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡിയാണ് സമുദ്ര വ്യാപാരം. ആഗോള വ്യാപാരത്തിന്റെ ഏകദേശം 80% നടക്കുന്നത് ഈ ഷിപ്പിംഗ് വ്യവസായത്തിലൂടെയാണ്. എന്നാൽ വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ച ഈ മേഖലയെ വലിയൊരു അപകടത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു. ഇന്ന് എണ്ണ, പ്രകൃതിവാതകം, കൽക്കരി, ധാന്യങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തുടങ്ങി സകല ചരക്കുകളും കൈകാര്യം ചെയ്യുന്ന ചരക്ക് കപ്പലുകൾ ഹാക്കർമാരുടെ പ്രധാന ലക്ഷ്യമായി മാറിയിരിക്കുന്നു. ഹാക്കർമാർ കപ്പലുകളെ ലക്ഷ്യമിടുന്നത് എന്തുകൊണ്ട്? കര, വ്യോമ മാർഗങ്ങളെക്കാൾ കൂടുതൽ സൈബർ ആക്രമണങ്ങൾ ഈ മേഖലയെ ഉന്നമിക്കുന്നതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട്. ചെലവ് വർധനവ്. ഒരു സൈബർ ആക്രമണം തുറമുഖ പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിക്കുകയോ അല്ലെങ്കിൽ കപ്പലിന്റെ യാത്ര വൈകിപ്പിക്കുകയോ ചെയ്താൽ ഷിപ്പിംഗ് കമ്പനികളുടെ ചെലവുകൾ കുത്തനെ ഉയരും. ഇന്ധന ചെലവ്, തൊഴിലാളികളുടെ കൂലി, ചരക്ക് സമയത്ത് എത്തിക്കാനാവാത്തതിലുള്ള പിഴകൾ എന്നിവയെല്ലാം ഇതിൽ പെടും. വിതരണ ശൃംഖലയുടെ തകർച്ച, സൂയസ് കനാൽ അല്ലെങ്കിൽ പനാമ കനാൽ, മലാക്ക കടലിടുക്ക് പോലുള്ള ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കടൽ മാർഗങ്ങളിലെ ഒരു തടസ്സം മതി ആഗോള വിതരണ ശൃംഖലയെ മൊത്തമായി താറുമാറാക്കാൻ. ഒരു സാധാരണ റാൻസംവെയർ ആക്രമണം പോലും കയറ്റുമതി വൈകാനും വിതരണ ശൃംഖലകളിൽ തടസ്സങ്ങൾ ഉണ്ടാക്കാനും കാരണമാകും. ഒരു സൈബർ ആക്രമണം നേരിടാനുള്ള ചിലവ് 2022-നും 2023-നും ഇടയിൽ ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട്. ഈ സാമ്പത്തിക ബാധ്യത ഒടുവിൽ ഉപഭോക്താക്കളിലേക്കും എത്തുന്നു. പഴക്കം ചെന്ന സാങ്കേതിക വിദ്യ. പല കാർഗോ കപ്പലുകളും പഴക്കം ചെന്നവയാണ്. ഇവയിലെ ഡിജിറ്റൽ സംവിധാനങ്ങൾ ആധുനിക സൈബർ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ പാലിക്കണമെന്നില്ല. ഇത് ഹാക്കർമാർക്ക് എളുപ്പത്തിൽ നുഴഞ്ഞു കയറാൻ അവസരം നൽകുന്നുണ്ട്. ആശയവിനിമയം, നാവിഗേഷൻ അല്ലെങ്കിൽ GPS, തത്സമയ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി ആധുനിക കപ്പലുകൾ കൂടുതലായി സാറ്റലൈറ്റ് കണക്ടിവിറ്റിയെ ആശ്രയിക്കുന്നു. ഈ കണക്ടിവിറ്റി ഹാക്ക് ചെയ്യപ്പെടുന്നത് കപ്പലിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുത്താൻ കാരണമാകും. പുതിയ എൻട്രി പോയിന്റുകൾ, മലിനീകരണം പുറന്തള്ളുന്നത് നിരീക്ഷിക്കുന്നതിനുള്ള സെൻസറുകൾ പോലുള്ള ഉപകരണങ്ങൾ ഡാറ്റ കൈമാറ്റം ചെയ്യുന്നതിനാൽ ഇത് ഹാക്കർമാർക്ക് എന്ത് ചെയ്യുന്നു? പ്രവേശന കവാടങ്ങളായി മാറുന്നു. രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി റിപ്പോർട്ടുകൾ പ്രകാരം പല ആക്രമണങ്ങളും റഷ്യ, ചൈന, ഉത്തര കൊറിയ, ഇറാൻ എന്നീ 4 രാജ്യങ്ങളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഇത് കേവലം സാമ്പത്തിക മോഷണമല്ല, മറിച്ച് തന്ത്രപരമായ നീക്കങ്ങൾ കൂടിയാണ്. ഹാക്കർമാർക്ക് നാവിഗേഷൻ സിസ്റ്റങ്ങളെ കബളിപ്പിച്ച് തെറ്റായ സ്ഥലങ്ങൾ കാണിച്ച് കപ്പലുകളെ വഴിതെറ്റിക്കാൻ കഴിയും. ബാൾട്ടിക് കടലിൽ നടന്ന GPS ടാർഗറ്റിംഗ് പോലുള്ള സംഭവങ്ങൾ ഇത്തരം നയതന്ത്രപരമായ സൈബർ യുദ്ധത്തിന്റെ ഭാഗമാണ്. വഴിതെറ്റൽ, എണ്ണ ചോർച്ച, കപ്പൽ മുങ്ങൽ, ജീവഹാനി എന്നിവയ്ക്ക് വരെ ഇതൊക്കെ കാരണമായേക്കാം. ഷിപ്പിംഗ് വ്യവസായം ഇന്ന് ആഗോളതലത്തിൽ സൈബർ കുറ്റവാളികൾ ലക്ഷ്യമിടുന്ന 10 പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത്. ആക്രമണങ്ങളുടെ നിരക്ക് ആശങ്കാജനകമാകും വിധം കുതിച്ചുയരുകയാണ്. 64 ആക്രമണങ്ങളാണ് BBC-യുടെ കണക്ക് പ്രകാരം നടന്നത്. ഈ സൈബർ ആക്രമണങ്ങൾ തുറമുഖങ്ങളെയും കപ്പലുകളുടെ ചലനത്തെയും ഒരുപോലെയാണ് ബാധിക്കുന്നത്. GPS, ജാമിംഗ് സ്കൂമിംഗ്, അതുപോലെ നാവിഗേഷൻ സിസ്റ്റങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഇത്തരം ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ബുദ്ധിമുട്ടും ചെലവ് കൂടുതലാണ്. പരിശീലനത്തിന്റെ അഭാവങ്ങളും ഉണ്ട്. കപ്പലുകളിലെ ജീവനക്കാർക്ക് സൈബർ സുരക്ഷയെക്കുറിച്ച് മതിയായ അവബോധമോ പരിശീലനമോ ഇല്ലാത്തത് ഹാക്കർമാർക്ക് എളുപ്പത്തിൽ നുഴഞ്ഞു കയറാൻ വഴിയൊരുക്കുന്നു. IMOയുടെ ഇടപെടൽ 2021-ൽ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ മർച്ചന്റ് ഷിപ്പിംഗിനായുള്ള ആഗോള സുരക്ഷാ മാനേജ്മെന്റ് കോഡിൽ പുതിയ സൈബർ സുരക്ഷാ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സുരക്ഷ ശക്തമാക്കാൻ നിർബന്ധിതമായി. പിന്നെ കപ്പൽ കൊള്ളക്കാരെയും സൈബർ ഹാക്കർമാരെയും ഒരുപോലെ നേരിടാൻ പുത്തൻ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യം വർദ്ധിച്ചു വരുന്നുണ്ട്. ചുരുക്കത്തിൽ, ലോക വ്യാപാരത്തിന്റെ ഭാവി ഇന്ന് സൈബർ സുരക്ഷാ സംവിധാനങ്ങളുടെ കരുത്തിനെ ആശ്രയിച്ചിരിക്കുന്നു. ഈ നിഴൽ യുദ്ധത്തിൽ വിജയിക്കാൻ സാധിച്ചാൽ മാത്രമേ ചരക്ക് ഗതാഗതം സുഗമമായി നടക്കുകയുള്ളൂ.